മദ്യവിരുദ്ധ നിലപാടിൽ വെള്ളം ചേർത്ത് സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ. സർക്കാരിന്റെ മദ്യനികുതി ഇളവിൽ ആദ്യം ശക്തമായി രംഗത്തുവന്ന സംഘടനകൾ ഇപ്പോൾ യു ടേൺ അടിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഇടപെടലാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ച. സർക്കാരിന്റെ മദ്യനയത്തിൽ ഇനി ഇടപെടാനില്ലെന്നാണ് മുസ്ലിം സംഘടനകൾ ഇപ്പോൾ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നത്. വില കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ നിലപാടിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുവന്ന ഇസ്ലാമിക മതപണ്ഡിത സഭ സമസ്ത. അന്ന് എന്തൊരു കാരണത്താലാണോ അതിനെ എതിർക്കപ്പെട്ടത്, ആ കാരണങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സ്ഥിതിക്ക് പിന്നെ വിഷയത്തിലും മാറ്റം വരേണ്ടതും നിലപാടിന് മാറ്റം വരേണ്ടതും ഇല്ലല്ലോ. സമസ്തയ്ക്ക് പിന്നാലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കൂടി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തു വന്നു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടതോടെ നിലപാടിൽ നിന്ന് യു ടേൺ എടുക്കുകയാണ് മുസ്ലിം ലീഗും സമസ്തയും. അവരുടെ നയത്തിൽ നമ്മൾ എതിർക്കല്ല, അവർക്ക് സർക്കാരിന് ഇഷ്ടമുള്ള നയങ്ങളൊക്കെ കൊണ്ടുവരാം. മന്ത്രിസഭയിൽ വന്ന മുഖ്യമന്ത്രിയുടെ കമന്റിനപ്പുറത്തേക്ക് ഒരഭിപ്രായം ഇപ്പം ഞങ്ങൾക്ക് പറയാനില്ല. ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. യു.ഡി.എഫിനകത്തു നിന്ന് തന്നെ ശക്തമായ എതിർപ്പുയരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കാനുള്ള വി.ഡി. സതീശന്റെ നീക്കം ഏറെക്കുറെ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണ ഉറപ്പിച്ചാൽ വി.എം. സുധീരനടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ വി.ഡി. സതീശന് മദ്യനയവുമായി എളുപ്പം മുന്നോട്ടു പോകാം. മദ്യനയത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതിനിടെ മുസ്ലിം സംഘടനകളുടെ പുതിയ നിലപാടും യു.ഡി.എഫിനകത്തെ ഭിന്നസ്വരവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. ജനം, കോഴിക്കോട്.